Good morning. ഈ വീഡിയോയിൽ നമ്മൾ ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിയൽ നമ്പേഴ്സിലെ 3 ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യുക. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ. ഓക്കെ, അപ്പോൾ അതായത് ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പറിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാമെന്നുള്ളത്. അതുപോലെ സെക്കൻഡ് ടോപ്പിക്ക് HCF, അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഓക്കെ, ഒരു 2 നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ HCF എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ LCM, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതുപോലെ 2 അതിൽ കൂടുതൽ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ LCM എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ LCM എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫാക്ടറൈസേഷൻ. ഓക്കെ, അപ്പോൾ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 36 എന്നുള്ളൊരു നമ്പർ തന്നിട്ടുണ്ടെന്ന് വെച്ചോ. ഓക്കെ, 36. ഇപ്പോൾ ഈ 36നെ നമുക്ക് 6 × 6 എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ 6നെ നമുക്ക് എന്താ എഴുതാം, 3 × 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആ ഒരു 6നെ നമ്മൾ 3 × 2 എന്ന് എഴുതി. അതുപോലെ സെക്കൻഡ് 6നെ നമ്മൾ 3 × 2 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഫർദർ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം 3 എന്ന് പറയുന്നത് ഒരു പ്രൈം ഫാക്ടറാണ്, ഒരു പ്രൈം നമ്പറാണ്. ഓക്കെ, അതുപോലെ 2 എന്നുള്ളതും പ്രൈം നമ്പറാണ്. അപ്പോൾ ഇത് ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 6 × 6 അത് ഫാക്ടറൈസേഷനാണ്. ബട്ട് ഈ 3 × 2 × 3 × 2, ഓക്കെ, അതിന് പറയുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ എന്നാണ്. ഓക്കെ, അതായത് തന്ന 36ൻ്റെ പ്രൈം ഫാക്ടേഴ്സായിട്ട് നമ്മൾ ആ 36നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സാണ്. ഓക്കെ, അതിൻ്റെ ഏറ്റവും ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൈം നമ്പേഴ്സ്, അതായിരിക്കും അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ഈ 36നെ ഇങ്ങനെ എഴുതാം, 3 × 3 × 2 × 2 എന്ന്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 2 തവണ 3 വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 3⁻²2 × 2⁻²2 എന്ന് എഴുതാം. ഓക്കെ, 3⁻²2 എന്ന് പറയുമ്പോൾ 3 × 3, അതുപോലെ 2⁻² എന്ന് പറയുമ്പോൾ 2 × 2. ഓക്കെ, അപ്പോൾ 36ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഇതായിരിക്കും, 3² × 2² എന്നായിരിക്കും. ഓക്കെ, അതുപോലെ നമുക്കിനി 48 എന്നുള്ള നമ്പർ, 48 നോക്കുവാണെങ്കിൽ 48നെ വേണമെങ്കിൽ നമുക്ക് 8 × 6 ആണ് 48. ഓക്കെ, അപ്പോൾ 8 × 6 എന്ന് എഴുതാം. ഇനി 8നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് 4 × 2 എന്ന് എഴുതാം. 6നെ നമുക്ക് 3 × 2 എന്ന് എഴുതാം. ഇത് നമുക്കിപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് അല്ല, കാരണം 4 ഒരു പ്രൈം നമ്പർ അല്ല. 4നെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 4നെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും, 2 × 2 എന്നുള്ളത്. അതിനുശേഷം വീണ്ടും ഒരു × 2 ഉണ്ട്, × 3 ഉണ്ട്, × 2. ഓക്കെ, അപ്പോൾ ഇത് ഇനി എന്താ പറയുക, പ്രൈം നമ്പേഴ്സായി ഫുള്ളായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലൊന്നും തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൊത്തം എത്ര 2 ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. അപ്പോൾ 1 2 3 4 ടൈംസ് 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 48നെ 2⁻⁴. ഓക്കെ, 2 4 ടൈംസ് ഉണ്ട്, അപ്പോൾ 2⁻⁴ × 3. ഓക്കെ, 3 ഒരു തവണയേ വരുന്നുള്ളൂ. അപ്പോൾ 2⁻⁴ × 3 ആയിരിക്കും 48 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ HCF LCM ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഈ ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ഡൗട്ട്ഫുൾ ആണെന്ന് വെച്ചോ, അപ്പോൾ ഒരു അല്പം വലിയ നമ്പറാണ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഡിവൈഡ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 150 എന്നുള്ള നമ്പറാണെന്ന് വെച്ചോ. ഓക്കെ, 150. അപ്പോൾ ഇതിന് വേണമെങ്കിൽ വലിയ നമ്പേഴ്സ് വെച്ച് ആദ്യം തന്നെ ഡിവൈഡ് ചെയ്യാം, ഇല്ലെങ്കിൽ പ്രൈം ഫാക്ടേഴ്സ് വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 15ൽ 5 3 ടൈംസ് വരും, അതുപോലെ പിന്നെ 0. ഓക്കെ, അപ്പോൾ 30 എന്ന് വരും. അതിന് വീണ്ടും 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 6 എന്ന് കിട്ടും. 30 / 5 6. വീണ്ടും ഞാൻ ഇനി 6നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. ഓക്കെ,
അപ്പോൾ നമുക്ക് ഫൈനലായിട്ടൊരു പ്രൈം നമ്പർ തന്നെയാണ് വന്നത്. ഇനിയിപ്പോൾ എനിക്കിതിന് 2 വെച്ച് ഡിവൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ചെയ്തേക്കാം. 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 1 വന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് 1 വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് നമുക്ക് ആ ഉള്ള നമ്പേഴ്സ് എല്ലാം തന്നെ എഴുതാം ഇങ്ങനെ. ഓക്കെ, അപ്പോൾ 150 എന്ന് പറയുന്നത് 5 × 5 × 3 × 2 ആയിരിക്കും. ഓക്കെ, അതായത് 5 സ്ക്വയർ × 3⁻1 × 2⁻1. ഇതാണ് 150യുടെ ഫാക്ടറൈസേഷനായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഫാക്ടറൈസേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് രണ്ട് നമ്പറിൻ്റെ HCF എന്നാണ്. ഓക്കെ, HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗ്ഗസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ഡിവൈഡ് ഗിവൺ നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് തന്നേക്കുന്ന നമ്പേഴ്സിനെല്ലാം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ. ഓക്കെ, അതാണ് HCF എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 10, 15, 30. ഓക്കെ, ഇങ്ങനെ 3 നമ്പർ തന്നേക്കുന്നെങ്കിൽ ഇതിൻ്റെ HCF എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. കാരണം 5 വെച്ചിട്ട് നമുക്ക് ഈ 3 നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 3 നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, എന്നാൽ മാത്രമാണ് അത് HCF ആവുള്ളൂ. ഓക്കെ, അപ്പോൾ 5 ആണ് ഇതിൻ്റെ HCF എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 15 പകരം ഇപ്പോൾ ഇവിടെ 20 ആണെന്ന് വെച്ചോ. ഓക്കെ, ഇവിടെ നമ്മൾ 20 ആണെങ്കിൽ 5 വെച്ച് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാം. പക്ഷേ നമുക്ക് 10 വെച്ചും നമുക്ക് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 10നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യാം, 20നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യാം, 30നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ HCF 5 അല്ലായിരിക്കും, പകരം 10 ആയിരിക്കും. ഹയസ്റ്റ് എന്നാണ്, അതിനുവേണ്ടിയാണ് H വരുന്നത്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഏറ്റവും വലിയ കോമൺ ഫാക്ടർ. ഓക്കെ, അപ്പോൾ HCF എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് തന്ന നമ്പേഴ്സിനെ എല്ലാത്തിനെയും നമുക്ക് ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ആ നമ്പറാണ് HCF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി LCM എന്ന് പറയുന്നത്, LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവസ്റ്റ് നമ്പർ. ഓക്കെ, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇതിൽ ലോവസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് ഗിവൺ നമ്പേഴ്സ്. ഓക്കെ, അതായത് നമുക്ക് തന്നേക്കുന്ന നമ്പേഴ്സിൻ്റെ എന്താ പറയുക, ഒരു മൾട്ടിപ്പിൾ. ഓക്കെ, ഇപ്പോൾ നമുക്ക് തന്നേക്കുന്ന നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്ന് വെച്ചോ. ഇപ്പോൾ 5, 15, 20. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, തൽക്കാലം 30 എടുക്കാം. 5, 15, 30. ഓക്കെ, ഇപ്പോൾ ഈ 5ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് 30, അതുപോലെ 15ൻ്റെ മൾട്ടിപ്പിളാണ് 30, 30യുടെ മൾട്ടിപ്പിളാണ് 30. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5 × 3 ചെയ്താൽ നമുക്ക് 30 കിട്ടുമല്ലോ. ഓക്കെ, 5 × 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 കിട്ടും. അതുപോലെ 15 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 കിട്ടും. അതുപോലെ 30 × 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 3 നമ്പേഴ്സിൻ്റെയും ഒരു കോമൺ മൾട്ടിപ്പിളാണ്. ഓക്കെ, 30 എന്ന് പറയുന്നത്. അതായത് ഈ 3 നമ്പറിനെയും ഏതെങ്കിലുമൊക്കെ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന നമ്പറിനാണ് നമ്മൾ LCM എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തന്നേക്കുന്ന എല്ലാ നമ്പറിനെയും നമുക്ക് LCM ആക്കാൻ പറ്റണം, വേറെ ഏതെങ്കിലും നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. ഓക്കെ, ഇനി ഇപ്പോൾ 10, 20, 30. ഓക്കെ, അല്ലെങ്കിൽ 10, 15, 45. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ LCM വരുന്നത് 90 ആയിരിക്കും. ഓക്കെ, കാരണം ഈ 10 × 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 കിട്ടും. 15 × 2 ചെയ്ത് കഴിഞ്ഞാൽ 30 ആണ്. അപ്പോൾ 4 ചെയ്ത് കഴിഞ്ഞാൽ 60 ആയിരിക്കും. 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 കിട്ടും. ഓക്കെ, 15 × 6 ചെയ്താൽ 90 കിട്ടും.
45 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 90 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ തന്നേക്കുന്ന 3 നമ്പേഴ്സ് 10, 15, 45 ഈ 3 നമ്പറിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം നമുക്കത് 90 ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 90 ആയിരിക്കും. അപ്പോൾ LCM എന്ന് ഉദ്ദേശിക്കുന്നത് ആ തന്നേക്കുന്ന നമ്പേഴ്സിനെ എല്ലാം നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇഷ്ടമുള്ളത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഒരു ഒറ്റ നമ്പറിലേക്ക് എത്തിക്കണം. ആ നമ്പർ ഏതാണോ അതായിരിക്കും LCM എന്ന് പറയുന്നത്. അപ്പോൾ ഈ HCFും LCMും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫാക്ടറൈസേഷൻ വെച്ചിട്ട് HCFും LCMും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു ഈസി ആയിട്ടുള്ള നമ്പേഴ്സ് എടുക്കാം. 6ഉം 20 തന്നിട്ടുണ്ടെന്ന് വെച്ചോ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ HCFും LCMും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 6നെയും 20നെയും അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സായിട്ട് ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 6 എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 3 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ 20നെ നമുക്ക് എഴുതാൻ പറ്റും 4 ഇൻറ്റു 5. ഓക്കെ, 4 ഇൻറ്റു 5 ആണ് 20. അല്ലെങ്കിൽ 4നെ നമുക്ക് 2 ഇൻറ്റു 2. ഓക്കെ, അതായത് 2 സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 5 ആണ് 20യുടെ പ്രൈം ഫാക്ടറൈസേഷൻ. ഇനി നമ്മൾ HCF എഴുതുമ്പോൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം അപ്പോൾ ഇതിനെ ഈ പവറിലായിട്ട് എഴുതാം. ഓക്കെ, 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁻1 ഇൻറ്റു 3⁻1. അതുപോലെ 20 എന്ന് പറയുന്നത് 2⁻2 ഇൻറ്റു 5⁻1. ഓക്കെ, ഇനി HCF എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഈ 2 നമ്പേഴ്സിലും വന്നേക്കുന്ന കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതായത് രണ്ടിലും ഇപ്പോൾ 60ലും 20ലും 60 അല്ല 6 ആണ്, 6ലും 20ലും അതിൻ്റെ ഫാക്ടേഴ്സിൽ ഏതൊക്കെയാണ് കോമൺ വന്നേക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ രണ്ടിടത്തും 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 ഒരു കോമൺ ഫാക്ടറായിട്ട് വന്നിട്ടുണ്ട്. 6ൽ 3 ഉണ്ട്, ബട്ട് 20ൽ 3 ഇല്ല. അപ്പോൾ 3 കോമൺ അല്ല. അതുപോലെ 20ൽ 5 ഉണ്ട്, 6ൽ 5 ഇല്ല. ഓക്കെ, അപ്പോൾ 5ഉം കോമൺ അല്ല. ആകെ 2 മാത്രമാണ് കോമൺ ഉള്ളൂ. ഇനി ആ കോമൺ ഉള്ളതിൻ്റെ ലോവസ്റ്റ് പവർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോമൺ ഉള്ളത് എടുത്തു. കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ കോമൺ ഫാക്ടേഴ്സിൻ്റെ ലോവസ്റ്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 2യുടെ പവർ എന്ന് പറഞ്ഞാൽ 2⁻1 ആയിരുന്നു. അതുപോലെ താഴെ 2⁻2 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലോവസ്റ്റ് എന്ന് പറയുമ്പോൾ 1 ആണ്. ഓക്കെ, അപ്പോൾ ആ 2⁻1 എന്ന് എടുക്കാം. ആ 2ൻ്റെ ഏറ്റവും ചെറിയ പവർ ഏതാണോ രണ്ടിടത്തും കിടക്കുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ പവർ ഏതാണോ കിടക്കുന്നത്, പവർ എന്ന് പറയുമ്പോൾ ഈ മുകളിൽ എഴുതിയേക്കുന്ന നമ്പർ. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ എഴുതിയേക്കുന്ന 2 വരുമ്പോൾ മുകളിൽ പവർ 1 ആണ്, താഴെ പവർ 2 ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് 1 ആണ്. അപ്പോൾ ആ പവർ നമ്മളിവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 2⁻1 അതായത് 2. അപ്പോൾ ഇതിൻ്റെ HCF എന്ന് പറയുന്നത് 2 ആയിരിക്കും. 6നെയും 20നെയും എന്താ പറയുക കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ 2 കൊണ്ട് മാത്രമാണ് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ LCM എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം. അതായത് ഇവിടെ വന്നേക്കുന്ന എല്ലാ ഫാക്ടറും നമ്മൾ HCF പറഞ്ഞപ്പോൾ കോമൺ ആയിട്ടുള്ളത് 2ലുള്ളതായിരുന്നു. പക്ഷേ LCM വരുമ്പോൾ നമ്മൾ അതിൽ വന്നേക്കുന്ന എല്ലാം തന്നെ. അപ്പോൾ അതിൽ ആദ്യത്തേൽ 2 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ 20 എന്നുള്ള നമ്പറിൽ 2 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്. അപ്പോൾ 2 നമ്മൾ ഓൾറെഡി എഴുതിയാറുണ്ട്, പിന്നെ അത് എഴുതണ്ട. പക്ഷേ 5 എഴുതണം. ഓക്കെ, ഇനി ഇതിൻ്റെ എല്ലാം തന്നെ ഏറ്റവും വലിയ പവർ. ഇപ്പോൾ 2യുടെ ഏറ്റവും വലിയ പവർ എത്രയാണ് ഇവിടെ വന്നേക്കുന്നത് 2⁻2 എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ 2യുടെ ഏറ്റവും വലിയ പവർ വന്നേക്കുന്നത് 2 ആണ്. അപ്പോൾ ആ 2യുടെ പവർ 2 ആയിട്ട് എഴുതാം. 3യുടെ ഏറ്റവും വലിയ പവർ വന്നേക്കുന്നത് 1 ആണ്. അപ്പോൾ അത് 3⁻1 എന്ന് എഴുതാം. 5ൻ്റെ ഏറ്റവും വലിയ പവർ വന്നേക്കുന്നതും 1 തന്നെയാണ്. അപ്പോൾ അതും 1 എന്ന് എഴുതാം. ഓക്കെ, അതായത് 2⁻2 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 5. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 60 ആയിരിക്കും. അതായത് 6നെ നമുക്ക് 60 ആക്കാം, അതുപോലെ 20നെ നമുക്ക് 60 ആക്കാം. ഓക്കെ, അപ്പോൾ തന്നേക്കുന്ന 2 നമ്പേഴ്സിൻ്റെ HCF എന്ന് പറയുന്നത് 2 ആയിരിക്കും, LCM എന്ന് പറയുന്നത് 60 ആയിരിക്കും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടി ചെയ്യാം, അതൊന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ 3 നമ്പേഴ്സ് തന്നിട്ടുണ്ടെന്ന് വെച്ചോ. ഓക്കെ, 6,
72 120. ഓക്കെ, ഇങ്ങനെ 3 നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിം രീതിയിൽ തന്നെ ചെയ്യുക, പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 3 ആണ്. ഓക്കെ, അതുപോലെ 72നെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കുക. 2⁻³ × 3⁻². ആയിരിക്കും. ഓക്കെ, 2⁻³ × 3⁻² എന്നായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ 120. ഓക്കെ, 120നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് 2⁻³ × 3 × 5 എന്നായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫാക്ടറൈസേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇത് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. അത് എങ്ങനെ തന്നെയാണോ കിട്ടുന്നതെന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നോക്കാം. 6ൻ്റെ അപ്പോൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2⁻1 × 3⁻1 ആണ്. അതുപോലെ 72 എന്ന് പറയുമ്പോൾ 2⁻³ × 3⁻² ആണ്. അതുപോലെ 120 എന്ന് പറയുമ്പോൾ 2⁻³ × 3 × 5. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് വരുന്നത്. ഇനി HCF എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് മാത്രം എടുക്കുക. ഓക്കെ, ഇപ്പോൾ 3ലും 2 വരുന്നുണ്ട്. ഓക്കെ, 6ൽ 2 വരുന്നുണ്ട്, 72ൽ 2 വരുന്നുണ്ട്, 120ലും 2 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ 3ലും 3യും വരുന്നുണ്ട്. ഫസ്റ്റിലും 3 ഉണ്ട്, ഇവിടെ സെക്കൻഡിലും 3 ഉണ്ട്, തേർഡിലും 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ 3 കൺസിഡർ ചെയ്യണം. പിന്നെ ഇവിടെ 5 വരുന്നുണ്ട്, പക്ഷേ 5 120ൽ മാത്രമേ വരുന്നുള്ളൂ, മറ്റേ രണ്ടിലും വരുന്നില്ല. അപ്പോൾ അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ 2യുടെ ഏറ്റവും മിനിമം വരുന്ന പവർ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2യുടെ 1 ആണ് പവർ വരുന്നത്. അടുത്ത 72ൽ വരുമ്പോൾ പവർ 3 ആണ് വരുന്നത്. 120ൽ വരുമ്പോഴും പവർ 3 ആണ് വരുന്നത്. അപ്പോൾ അതിലേറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോൾ 2⁻1 എന്നിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 3യുടെ പവർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേൽ 3⁻1 ആണ്, രണ്ടാമത്തേൽ 3⁻2, മൂന്നാമത്തേൽ 3⁻1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിലേറ്റവും ചെറിയ നമ്പർ വരുന്നത് 1 ആണ്. അപ്പോൾ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2⁻1 × 3⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. ഓക്കെ, അപ്പോൾ 6 ആയിരിക്കും അതിൻ്റെ HCF എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ LCM കാണാൻ നേരത്ത് നമ്മൾ ഇതിൽ വന്നേക്കുന്ന എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നേക്കുന്ന ഏതൊക്കെയാണ്? 2 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ 2 × 3 × 5 എന്ന് എഴുതാം. അതിനുശേഷം ഈ 2യുടെ ഏറ്റവും വലിയ പവർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, 2⁻3 ആണ് ഏറ്റവും വലിയ പവർ വരുന്നത്. അപ്പോൾ അത് 2⁻3 ഇടാം. ഇനി 3യുടെ ഏറ്റവും വലിയ പവർ ഇവിടെ ഫസ്റ്റ് 6ന് 1 വന്നത്, 72ന് 2 ആണ് പവർ വന്നേക്കുന്നത്, 120ക്ക് 1 വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ 3യുടെ പവർ എന്ന് പറയുന്നത് ഈ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3ന് ആ 2 ഇട്ട് കൊടുക്കുക. 5ൻ്റെ ഏറ്റവും വലിയ പവർ 1 വന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് 5⁻1. ഇപ്പോൾ 2³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 × 3² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 5. ഓക്കെ, അപ്പോൾ ഇത് 8 × 5 എന്ന് പറഞ്ഞാൽ 40 × 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ആയിരിക്കും. HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് HCFും LCMും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ അടുത്ത കുറച്ച് പോർഷൻസ് ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.